ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ഇത് നമ്മളെല്ലാവരും ഇത് രാവിലെ തന്നെ മുറ്റത്ത് ഉണ്ട് കേട്ടോ. അമ്മ ഇത്ര നേരം വെള്ളടിക്കായിരുന്നു ചെടിക്കൊക്കെ. അപ്പോൾ അതൊക്കെ അമ്മേൻ്റെ വെള്ളടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇത് നമ്മളെ അഡീനിയം പ്ലാന്റ് കേട്ടോ. ഇതെല്ലാം ഇരട്ട ഡബിൾ ലെയർ പ്ലാന്റാണ്. ഇതിനൊക്കെ മുട്ടുണ്ട്. ഇത് ഞാൻ ഇതിനടുത്ത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു പ്ലാന്റാണ് ഇത്. അതിനൊക്കെ പൂ വിരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ പറഞ്ഞു കൊടുത്ത സെയിം കളർ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും ഉണ്ട്, പിന്നെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ ഇതിനൊക്കെ മുട്ട, ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഇതൊക്കെ മുട്ടുന്നുണ്ട്. കുറേ ഒരു 10, എനിക്ക് തോന്നുന്നു ഒരു 10 മേലെ ഞാൻ വാങ്ങിച്ചായിരുന്നു. എല്ലാം നല്ല ഇതായിട്ട് മുട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വിരിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. രാവിലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് എന്ത് ഭംഗിയല്ലേ കാണേ. ഇതാട്ടോ ഞാൻ ഓൺലൈനിലായിട്ട് വാങ്ങിച്ച അഡീനിയം പ്ലാന്റ്. എല്ലാത്തിനും മുട്ടിടുന്നുണ്ട് കേട്ടോ. ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 10 കളറിന് മേലെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ 4 കളർ നമുക്ക് വിരിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി ഉണ്ട്. ഇതെല്ലാം റോസ് ഒന്നും ഇവിടെ ഇല്ലാത്ത കളറാണ് കേട്ടോ. വെറൈറ്റി നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ നമ്മളെ പച്ചക്കറി നമ്മൾ റംബൂട്ടാൻ ഉണ്ടോ? നമ്മളെ റംബൂട്ടാൻ നട്ടിട്ട് 1 വർഷമായിട്ടേ ഉള്ളൂ. ഉണ്ടായില്ല, 1.5 വർഷം ആയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ പൂത്തിട്ടുണ്ട്. ആദ്യമായിട്ട് പൂത്തതാ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തോന്നുന്നില്ല ഇത് അധികം നിൽക്കില്ലായിരിക്കും. കുറേയൊക്കെ കരിഞ്ഞു പോയി. എവിടെയൊക്കെയോ ഉണ്ട് 1-2 കായ് ഞാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കിട്ടുമെന്ന് നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമായിരിക്കും. ഇത് നമ്മൾ ഇന്നലെ പുഴുങ്ങ വെച്ച് മഞ്ഞളാട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിപ്പോൾ ചിക്കണം. ആണോ, നല്ല നാര് പോലെ അങ്ങനെ വരുന്നുണ്ട്. ഒന്നും കൂടി ചിക്കണം കേട്ടോ. നമുക്ക് മുകളിലാകുമ്പോൾ നല്ല വെയിൽ കിട്ടും. അപ്പോൾ നമുക്ക് മുകളിൽ പോവാം. വാ, നമ്മളിപ്പോൾ വീട്ടിൻ്റെ ഏറ്റവും ടോപ്പിലാണല്ലേ. അപ്പോൾ ഞാൻ മഞ്ഞൾ എടുത്തിട്ട് ടോപ്പിൽ വന്നിട്ട് എനിക്ക് കിതക്കുന്നത് 2ാം നേരമല്ല പോട്ടുള്ളത്. മഞ്ഞൾ ചിക്കൻ അമ്മ അവിടെ അടിച്ചു വരുന്നുണ്ട്. കിട്ടുമ്പോൾ പിന്നെ ജെല്ലി കിട്ടിയാൽ ജെല്ലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ കാഴ്ച കാണിച്ചാൽ പുറത്തേക്കുള്ളത് കണ്ടോ. ഇത് ഫാമായിരുന്നു. ഇപ്പോൾ ഫാമിൽ പശുക്കളൊന്നുമില്ല. ഇപ്പുറത്ത് ഫുൾ അമ്പലത്തിൻ്റെ സ്ഥലം കേട്ടോ. അവിടെ അതുകൊണ്ട് വീടില്ല. എന്താട്ടോ വീടിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുമ്പോൾ ഇത് ഫുള്ള് മടപ്പേരൻ്റെ സ്ഥലം കേട്ടോ. മുകളിൽ അങ്ങോട്ട് വീടുണ്ട്. ഫുള്ള് മടപ്പേരൻ്റെ സ്ഥലം. പിന്നെ ഫ്രണ്ടിൽ വയലാട്ടോ. ഒന്നും കാണുന്നില്ല. നല്ല ഫുള്ള് വയലാണ് ഫ്രണ്ടിൽ. താഴോട്ടേക്ക് ഒന്ന് ക്ലിയറായിട്ട് എങ്ങോട്ട് പറഞ്ഞിട്ട് ക്ലിയറായിട്ട് കാണുന്നില്ല. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വീട്ടിൻ്റെ ടോപ്പിൽ കാഴ്ചകൾ. ഇവിടെയൊക്കെ വയലാട്ടോ. മഞ്ഞളിവിടെ ചരിഞ്ഞു. ഞാനിങ്ങനെ ഒറ്റയടിക്കൊണ്ടുവന്നല്ലോ. ഇത്ര തന്നെ ഉള്ളൂ. കഴിഞ്ഞാ നേരത്തേക്ക് നടക്ക്. മഞ്ഞളിൽ പോകൂ. ഏത് ചിക്ക്
മോളുണ്ട് മഞ്ഞളിരിക്കുക ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അമ്മമ്മേനെ. ഇതാ തിരുമോളും ചിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾക്ക് ഒരുപാട് കാണും. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇച്ചിരി ഉണ്ടാവും, ഫുൾ ചുരുണ്ട് പോകത്തില്ലേ. അപ്പോൾ ഇച്ചിരി മാത്രമേ നമുക്കുണ്ടാവും. ഇതാ നമ്മളങ്ങനെ ഫസ്റ്റ് ദിവസം ഇവിടെ അത് ചിക്കിയിട്ട് ഉണ്ട്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോവാണേ. നല്ല ദോശയും ചെറുപയറും അറിയാട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ദോശ എന്നാലാ ചെറിയ മോളെ ദോശ ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വരാതെ. ഇത് ചായയൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനെ ഇന്നലെ ഒരു ഷമാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നേ വരെ ഷമാം ഷെയ്ക്ക് അടിച്ചിട്ടൊന്നും ഇന്നേ ഷമാം കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ അത് കഴിച്ചു. മുറിച്ചിട്ട് ഒരു ജാറിലിട്ടിട്ട് പാലും കുറച്ച് ഐസ്ക്രീമും ബൂസ്റ്റും പഞ്ചസാരയും ഒക്കെ ചേർത്ത് ഷെയ്ക്കാക്കി. എന്നിട്ടിത് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ അത് പച്ചക്ക് തിന്നാൻ വലിയ ടേസ്റ്റില്ല. ഷേക്ക് അടിച്ച് എല്ലാം കൂടി ഷേക്ക് അടിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുടിക്കുന്ന എൻ്റെ ത്രിതുമുക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ക്ലാസ്സിൽ ലാസ്റ്റ് ഒന്ന് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് ത്രിതുമുക്കും കൊടുത്തു. പിന്നെ ജാറിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ തണുത്ത് നമ്മൾ ഇന്നേരെ കൊടുത്തിട്ടില്ല. അത് പിന്നെയും വേണമെന്ന് പറഞ്ഞതാ കളിക്കുന്നുണ്ടോ. ബാക്കി നിങ്ങൾ തന്നെ കണ്ടോ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് സമയം ടി വി വെച്ചിരിക്കാമെന്ന് വെച്ചു. അപ്പോൾ ആ സമയത്ത് ഋതുവിന് നമ്മൾ ബർത്ത്ഡേക്ക് ഞങ്ങൾ വാങ്ങിച്ചെടുത്ത വണ്ടിയാട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും വിട്ടും അങ്ങോട്ടും ആട്ടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം മൂപ്പറ് അതിനകത്ത് കയറിയിട്ട് വിളിച്ച് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടും കേട്ടോ. അതിനകത്ത് ഇപ്പോൾ പ്രസ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കനിലേക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ഉപ്പ് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പുരട്ടി വെക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് ചെറുനാരങ്ങ ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഒരു ഹാഫ് ചെറുനാരങ്ങ മുറി കൊണ്ട് ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് വരെ നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ എല്ലാവരും സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ വെറുതെ വീഡിയോനെ ലെങ്ത്ത് കൂട്ടാനായിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ. ഇതൊക്കെ ഇതിൽ ആഡ് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ഇത് നമ്മൾ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നല്ല ആണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഭാഗം നമുക്ക് പൊരിഞ്ഞ് വന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ മറിച്ചിട്ടിട്ട് അതിൻ്റെ അടുത്ത ഭാഗം കൂടി നമുക്കിത് ഇതുപോലെ മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ത്രിതുമക്ക് കൊടുക്കേണ്ടിട്ട് ഞാൻ ഇതിൽ എരിവുള്ള മുളക് പൊടി അധികം ആഡ് ചെയ്തില്ല കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയിടാം കേട്ടോ. അങ്ങനെ എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റി ഇതായപ്പോൾ തന്നെ ഞാൻ ത്രിതുമക്ക് ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് ഫുള്ള് ആക്കുന്ന ബാക്കി പൊരിച്ചെടുത്തൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ എന്നോട് വിട്ടുപോയി. അങ്ങനെ ത്രിതുമക്ക് ഞാൻ ചോറ് കൊടുക്കുക കേട്ടോ. ചോറ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ടാസ്ക്കുള്ള പണിയാണ്. ഇത് ചോറൊക്കെ തട്ടിപ്പിക്കുന്നുണ്ടോ. ഇതാട്ടോ മൂപ്പറ മെയിൻ പരിപാടിയാണ്. ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ചോറ് നല്ല എന്ത് കഴിക്കാനും അതൊട്ടുമിക്ക കുട്ടികളായാലും അങ്ങനെ തന്നെയാണ്. ആദ്യം ഒന്ന് ടേസ്റ്റ് അറിയാൻ കുറച്ച് മടിയാണ്. പിന്നെ ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം മെല്ലെ മെല്ലെ കഴിച്ചു തുടങ്ങും. അങ്ങനെ ത്രിതുമക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാനും കഴിച്ചു കേട്ടോ. മത്തനും ചെറുപയറും കറിയും ചിക്കൻ ഫ്രൈയും കായ് വറവുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം മൂപ്പർക്ക് അച്ഛൻ വരുമ്പോൾ ഒരു കുഞ്ഞ് വണ്ടി കൊണ്ടുവരുത്തായിരുന്നു. ആ വണ്ടിയും വലിയ വണ്ടിയായിരുന്നു. കാറും 2 കാറും കൂടിയിട്ട് ഇങ്ങനെ
ഒരാൾക്ക് നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അനിയനുണ്ടായിരുന്നു. അപ്പോൾ ഡാൻസ് നിർത്തില്ല കളിക്കുക